മോർണിംഗ് ഓൾ, വെൽക്കം ടു ദക്ഷിണ ലേണിംഗ്സ്. ദക്ഷിണ ലേണിംഗ്സിന്റെ ഡെയിലി ന്യൂസ് ഡെസ്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് ലൈൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, മോർ മൈൻഡ് സ്പേസ് ഫോർ ഇന്ത്യ ഇൻ അമേരിക്കാസ് ഇമാജിനേഷൻ. അതായത് 2016 ബെയ്ജിംഗ് ബേസ് ചെയ്ത് സിംഗ്വ യൂണിവേഴ്സിറ്റിയിലെ ഷെർസ്വാൻ സ്കോളേഴ്സ് പ്രോഗ്രാം എന്ന രീതിയിൽ ഒരു പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചൈന സെൻട്രിക് വ്യൂ ആയിരുന്നു ആ ഒരു പ്രോഗ്രാമിലൂടെ സ്റ്റുഡൻസിലേക്ക് ഇൻജെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ട് ഇന്ത്യക്ക് അങ്ങനെ ഒരു പ്രോഗ്രാം ഇല്ല, അങ്ങനെ ഒരു പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് നമ്മൾ ഈ ഫസ്റ്റ് ആർട്ടിക്കിളിൽ നോക്കുന്നത്. സെക്കൻഡ്, മൈൻഡ് ദ ഗ്യാപ്പ്. അതായത് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ വീണ്ടും ഇന്ത്യ പിറകിലേക്ക് പോയിട്ടുണ്ട്. സോ അത് എന്തുകൊണ്ടാണ്, പോളിസി മേക്കിങ്ങിൽ ഇന്ത്യയിൽ വുമൺ പാർട്ടിസിപ്പേഷൻ്റെ ആവശ്യകത എത്രത്തോളം ഉണ്ട് എന്നൊക്കെ അനാലിസിസ് നടത്തുന്ന ഒരു ന്യൂസാണത്. ആൻഡ് തേർഡ് വൺ, ഇന്ത്യ നീഡ്സ് എ സിൻസിയർ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ. അതായത് ഇപ്പോൾ നടന്നിട്ടുള്ള അഹമ്മദാബാദ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ എത്രത്തോളം ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടത്, എന്തൊക്കെ ലൂപ്പ് ഹോൾസ് ആണ് സ്റ്റിൽ ഇന്ത്യയിലുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ആ ഒരു എഡിറ്റോറിയൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ, വാട്ട് ആർ ഫ്ലൂ ഗ്യാസ് ഡീസൾഫറൈസേഷൻ യൂണിറ്റ്സ്. അതായത് ഫ്ലൂ ഗ്യാസ് ഡീസൾഫറൈസേഷൻ യൂണിറ്റ്സ് പോളിസിയിൽ നിന്ന് ഗവൺമെൻറ് വീണ്ടും റോൾ ബാക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങളും മറ്റുമൊക്കെയാണ് ആ ഒരു എഡിറ്റോറിയൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. നെക്സ്റ്റ് വൺ, വൈ ഹാവ് സ്പെഷ്യൽ എക്കണോമിക് സോൺസ് റൂൾ ബീൻ റിലാക്സ്ഡ്. അതായത് മോദി ഗവൺമെൻറ് സ്പെഷ്യൽ എക്കോണമിക് സോൺസിൻ്റെ റൂൾസ് റിലാക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയുടെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഈ പറയുന്ന സ്പെഷ്യൽ എക്കോണമിക് സോൺസിൻ്റെ റൂൾസ് റിലാക്സ് ചെയ്തത്, അതേ കണക്ക് തന്നെ അതിൻ്റെ ഇംപ്ലിക്കേഷൻസും കാര്യങ്ങളും എത്രത്തോളം ഉണ്ടാകും എന്ന് അനാലിസിസ് നടത്തുന്ന ഒരു ആർട്ടിക്കിളാണത്. നെക്സ്റ്റ്, AI ആൻഡ് ബയോ മാനുഫാക്ചറിങ്, ക്യാൻ ദ പോളിസീസ് മാച്ച് അവർ അംബിഷൻസ്. അതായത് ഇന്ത്യയുടെ ബയോടെക്നോളജി ഇൻഡസ്ട്രി AI സഹായത്തോടെ ഈ പറഞ്ഞ ഡ്രഗ് ഡിസ്കവറി ആയാലും ക്ലിനിക്കൽ ട്രയൽസ് ആയാലും ഡ്രഗ് പ്രൊഡക്ഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. സോ അത് എത്രത്തോളം നമ്മുടെ പോളിസി ആയിട്ട് മാച്ചപ്പ് ആവും, എത്രത്തോളം നമ്മൾ ആ ഒരു ലൂപ്പ് ഹോൾസ് പരിഹരിക്കേണ്ടതായിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ആ ഒരു എഡിറ്റോറിയൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഓരോ ആർട്ടിക്കിളിലേക്ക് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, മോർ മൈൻഡ് സ്പേസ് ഫോർ ഇന്ത്യ ഇൻ അമേരിക്കാസ് ഇമാജിനേഷൻ. അതായത് സിംഗ്വ യൂണിവേഴ്സിറ്റിയുടെ ഷെർസ്വാൻ സ്കോളേഴ്സ് പ്രോഗ്രാം പോലെ ഇന്ത്യയിലും ഒരെണ്ണം ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ആ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. കാരണം ഷെർസ്വാൻ സ്കോളേഴ്സ് പ്രോഗ്രാം എന്ന് പറയുന്നത് ചൈന സെൻട്രിക് വ്യൂ ആണ്. കാരണം ചൈന ഇപ്പോൾ ഗ്ലോബലി വളരെയധികം പവർഫുള്ളായിട്ട് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. സോ അത് ആ ഒരു ചൈന സെൻട്രിക് വ്യൂ സ്റ്റുഡൻസിലേക്ക് എത്രത്തോളം ഇൻജെക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആ ഒരു സ്കോളേഴ്സ് പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ നമ്മുടെ ഇന്ത്യയുടെ വ്യൂവും നമ്മുടെ സ്റ്റുഡൻസിലേക്കും നമ്മുടെ ലോകമെമ്പാടും എത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഈ ഒരു എഡിറ്റോറിയൽ മൊത്തത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ഇന്ത്യയുടെ വ്യൂ പലപ്പോഴും നെഗ്ലക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കോൾഡ് വാർ ടൈമിലായാലും പോളിസി ഇനേഷ്യ ടൈമിൽ അതേണക്ക് തന്നെ വെസ്റ്റിൻ്റെ പല പെർസെപ്ഷൻസിലും ഒക്കെ ഇന്ത്യയുടെ വ്യൂ പലപ്പോഴും നെഗ്ലക്റ്റ് ചെയ്യപ്പെട്ടതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഈ ഒരു ആർട്ടിക്കിൾ മൊത്തത്തിൽ അഡ്വക്കേറ്റ് ചെയ്യുന്നത് ഇന്ത്യസ് ഓൺ ഫ്ലാഗ്ഷിപ്പ് ഫെലോഷിപ്പ് ആൻഡ് സ്ട്രോങ് നറേറ്റീവ് പ്രൊജക്ഷൻ. കാരണം ലോകമെമ്പാടും ആഗോളതലത്തിൽ ഇന്ത്യയുടെ ഓരോ കാര്യങ്ങളിലും ഇന്ത്യയുടെ നറേറ്റീവ്സ് എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ അറിയിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ പ്രിലിംസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഫസ്റ്റ് വൺ, കോൾഡ് വാർ ഫ്രെയിമിംഗ്, നോൺ അലൈൻമെൻറ്റ് ആൻഡ് മീഡിയ മിസ്കൺസെപ്ഷൻസ്. കാരണം കോൾഡ് വാർ ടൈമിൽ ഇന്ത്യ നോൺ അലൈൻമെൻറ്റ് പോളിസി ആയിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് മുതലാളിത്ത രാജ്യമായ US സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് കൺട്രി റഷ്യനെ സപ്പോർട്ട് ചെയ്യുകയോ അങ്ങനെ ഒന്നും ചെയ്യാണ്ട് ഒരു നോൺ അലൈൻമെൻറ്റ് പോളിസിയിലായിരുന്നു ഇന്ത്യ നിന്നിട്ടുണ്ടായിരുന്നത്. അതായത് രണ്ട് സൂപ്പർ പവർ ബ്ലോക്കിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു അന്ന് ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. സോ ആ ഒരു നോൺ അലൈൻമെൻറ്റ് ഇന്ത്യയുടെ പെർസെപ്ഷനെ മൊത്തത്തിൽ തന്നെ ലോകമെമ്പാടുമുള്ള തരത്തിൽ മാറ്റിയിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇത് നമ്മുടെ സ്ട്രാറ്റജിക് അലയൻസിനെ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു നോൺ അലൈൻമെൻറ്റ് എന്നുള്ളൊരു സ്റ്റാൻസ് പലപ്പോഴും മീഡിയ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റിലേക്കും വന്നിട്ടുണ്ട്. ആൻഡ് നറേറ്റീവ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിംഗ് ഫോർ ഇന്ത്യസ് സോഫ്റ്റ് പവർ. കാരണം നമ്മൾ വളരെയധികം സ്ട്രോങ് ആയിട്ട് നറേറ്റീവ്സ് എടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും നമ്മൾ അതിൻ്റേതായ വ്യക്തമായ തലത്തിൽ മറുപടി നൽകുന്നില്ലെങ്കിൽ അത് ഇന്ത്യ എന്ന രാജ്യം ഗ്ലോബലി വീക്കൻ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റിലേക്ക് കാണിക്കും. സോ നമ്മുടെ സോഫ്റ്റ് പവർ ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള നറേറ്റീവ്സ് എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഈ ഒരു നോൺ അലൈൻമെൻറ്റ് പോളിസിയിൽ നിന്ന് മാറി ഇന്ത്യയുടെ ഒരു സ്റ്റാൻഡിലേക്ക് ഇന്ത്യ എത്തണമെന്നാണ് ഈ ഒരു ആർട്ടിക്കിൾ മുഴുവനും പറയുന്നുണ്ട്. സോ ഇന്ത്യൻ കൾച്ചർ പ്രൊമോട്ട് ചെയ്യുക, ഡെമോക്രസി, വാല്യൂസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ എൻഹാൻസ് ചെയ്തൊരു ഗ്ലോബൽ ഇമേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതേ കണക്ക് തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിംഗ് ഹെൽപ്സ് ഇന്ത്യ ഷേപ്പ് ഇൻ ഇന്റർനാഷണൽ ഒപ്പീനിയൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അതായത്
ആഗോളതലത്തിലായാലും പല പല ഇഷ്യൂസിലായാലും ഇന്ത്യയുടെ സ്റ്റാൻഡ് കൃത്യമായി നിലപാടെടുത്ത് ഇന്ത്യ മുന്നോട്ട് പോകണം എന്നാണ് ഈ ഒരു എൻ്റയർ ആർട്ടിക്കിളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ മെയിൻസിൻ്റെ ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ GS2 അതായത് സോഫ്റ്റ് പവർ, എഡ്യൂക്കേഷൻ പോളിസി, ഫോറിൻ പോളിസി, ഇന്ത്യസ് ഗ്ലോബൽ ഇമേജ് തുടങ്ങിയ ടോപ്പിക്കുകളിലേക്ക് ഈ ഒരു ന്യൂസ് വളരെയധികം റെലവൻ്റ് ആണ്. ആൻഡ് സെക്കൻഡ് ന്യൂസ്, മൈൻഡ് ദ ഗ്യാപ്പ് അതായത് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഇന്ത്യ വീണ്ടും പിറകിലേക്ക് വന്നിരിക്കുകയാണ്. അതിൻ്റെ റീസൺസും കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നമ്മൾ നോക്കുന്നത്. ഇന്ത്യ ഡ്രോപ്പ് 2 places to 131st ഇൻ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ്. അതായത് നമ്മുടെ പാരിറ്റി സ്കോർ എന്ന് പറഞ്ഞാൽ 64.1% ആണ്. എക്കോണമി പാർട്ടിസിപ്പേഷനിലും എഡ്യൂക്കേഷനിലും ഹെൽത്തിലും നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ പോലും പക്ഷേ പൊളിറ്റിക്കൽ എംപവർമെൻറ്റിൽ നമുക്ക് ഡിക്ലൈൻ സ്റ്റേറ്റ് ആണ് കാണിക്കുന്നത്. അതായത് പാർലമെൻറ്റ് റെപ്രസെൻറ്റേഷൻ 13.8%ലേക്ക് ഡ്രോപ്സ് ചെയ്തിട്ടുണ്ട്. ദെൻ വുമൺ റിസർവേഷൻ ബില്ല് 2023 പാർലമെൻറ്റ് വുമൺ റിസർവേഷൻ ബില്ല് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 33% സീറ്റ് പാർലമെന്റിലും അതേക്ക് തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലും വുമൻസിനെ റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് 2029 ഇങ്ങനെ ബില്ലുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പോലും വ്യക്തമായ രീതിയിൽ ഒരു മാറ്റമൊന്നും നമുക്ക് ഈ പറഞ്ഞ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഇന്ത്യക്ക് കാണിക്കാൻ സാധിക്കുന്നില്ല. ആൻഡ് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കേണ്ടതാണ് ഈ പറഞ്ഞ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ്. വേൾഡ് എക്കോണമിക് ഫോറം ആണ് ഇത് റിലീസ് ചെയ്യുന്നത്. ആൻഡ് ജെൻഡർ പാരിറ്റി, എക്കോണമി, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, പൊളിറ്റിക്സ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു റിപ്പോർട്ടിൽ മെഷർ ചെയ്യുന്നത്. സോ 2025 ഇന്ത്യയുടെ സ്കോർ എന്ന് പറയുന്നത് 64.1% ആണ്. ഇന്ത്യയുടെ റാങ്ക് 148 രാജ്യങ്ങളിൽ 131ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക് നിലവിലുള്ളത്. ആൻഡ് ദെൻ വുമൺ റിസർവേഷൻ ബില്ല് 2023 ഈ പറഞ്ഞ വുമൺ റിസർവേഷൻ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 33% സീറ്റ് ലോക്സഭയിലും അതേണക്ക് തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലും റിസർവ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ പറയുന്ന വുമൺ റിസർവേഷൻ ബില്ല് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത് സെൻസസിനും ഡീലിമിറ്റേഷനും ശേഷമായിരിക്കും ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ ഉണ്ടാവുക. അതേണക്ക് തന്നെ റിസർവേഷനിൽ SC/ST വുമൺസ് ഒക്കെ ഇതിൽ ഉണ്ടാകുന്നതായിരിക്കും. സോ ഇത്രത്തോളം ഡിലേ വരുന്നതും അതേണക്ക് തന്നെ നമ്മുടെ പോളിസി മേക്കിങ്ങിൽ വുമൺ പാർട്ടിസിപ്പേഷന്റെ കുറവും എല്ലാം തന്നെ ഈ പറയുന്ന ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഇന്ത്യനെ പിറകോട്ട് വലിക്കുന്ന കാര്യങ്ങളാണ്. സോ മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2 ഗവേണൻസ്, വുമൺസ് റെപ്രസെൻറ്റേഷൻ പൊളിറ്റിക്സ്, ജെൻഡർ ഗ്യാപ്പ്, വുമൺ റിസർവേഷൻ ബില്ല്, പോളിസി ഇംപ്ലിമെൻറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ഈ ഒരു ന്യൂസ് വളരെയധികം റെലവൻ്റ് ആണ്. അടുത്ത ന്യൂസ് നമുക്ക് നോക്കാം. ഇന്ത്യ നീഡ്സ് എ സിൻസിയർ എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ. ഈ പറയുന്ന അഹമ്മദാബാദ് എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് വളരെയധികം ഇന്ത്യ എമ്പാടും തന്നെ ഉലച്ചൊരു സംഭവമായിരുന്നു. സോ അതിൻ്റെതായ ഇൻവെസ്റ്റിഗേഷനും പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ എത്രത്തോളം ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇനി എത്രത്തോളം ലൂപ്പ് ഹോൾസ് നമ്മൾ ഈ പറഞ്ഞ എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷനിൽ പരിഹരിക്കേണ്ടതായിട്ടുണ്ട് എന്ന് അനാലിസിസ് നടത്തുന്ന ഒരു എഡിറ്റോറിയലാണിത്. സോ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ഏവിയേഷൻ ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻസ്. കാരണം എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ എന്ന് പറയുന്നത് അതിനെ കൺട്രോൾ ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ ആണ്. ഇത് പലപ്പോഴും ഇംപാർഷ്യൽ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനെ അഫക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേണക്കെ അക്കൗണ്ടബിലിറ്റിയിലുള്ള ഫ്ലോസ്, സേഫ്റ്റി ഓവർസൈറ്റിലുള്ള പ്രശ്നങ്ങളും തുടങ്ങിയ കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മുടെ പലപ്പോഴും ഇൻവെസ്റ്റിഗേഷനെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. കാരണം സ്ട്രക്ചറൽ ഇഷ്യൂസ് പലപ്പോഴും അഡ്രസ്സ് ചെയ്യാതിരിക്കുന്നതും അതേപോലെ തന്നെ പല റിപ്പോർട്ടുകളും കോൺഫിഡൻഷ്യൽ ആയിട്ടോ അല്ലെങ്കിൽ ബറീഡ് ആയിട്ടുള്ള നേച്ചറിലേക്ക് മാറുന്നതും നമുക്ക് കാണാൻ സാധിക്കും. സോ റീഫോംസിൻ്റെ ആവശ്യകത എത്രത്തോളം ഉണ്ട്? ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ബോഡീനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഈ പറയുന്ന ആക്സിഡൻസും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. അതിനൊക്കെ തന്നെ റെഗുലേറ്റേഴ്സിൽ നിന്നൊരു സെപ്പറേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക. വിസിൽ ബൗളേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതിനൊക്കെ തന്നെ പൈലറ്റ്സിനെതിരെയുള്ള ലീഗൽ ആക്ഷൻസ് അവോയ്ഡ് ചെയ്യുക. അതായത് നെഗ്ലിജൻസ്, വളരെ ഗ്രോസ് നെഗ്ലിജൻസ് സ്റ്റേറ്റിൽ അല്ലാണ്ട് പൈലറ്റിനെതിരെ ആക്ഷൻ എടുക്കുന്ന സ്റ്റേറ്റൊക്കെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് റീഫോംസിലെ എഡിറ്റോറിയൽ പറയുന്നത്. ആൻഡ് പ്രിലിംസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ എന്താണെന്ന് നോക്കാം. അതായത് ഇന്ത്യയിൽ എയർ ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയാണ്. ഇവ മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ്റെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. കുറേ അധികം അല്ലെങ്കിൽ കുറച്ചുകൂടി ഇൻഡിപെൻഡൻസ് അവർക്ക് ആവശ്യപരമായിട്ടുണ്ട്. കാരണം പലപ്പോഴും ഈ പറയുന്ന ആക്സിഡൻറ്റ് റിലേറ്റഡ് കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ മിനിസ്ട്രിയുടെ അണ്ടറിൽ ഉള്ള ഒരു പ്രഷറും അതേപോലെ തന്നെ ഒരു ഗ്ലോബൽ നോംസ് പ്രകാരമുള്ള ഒരു ഇൻഡിപെൻഡൻസ് ഒന്നും ഇവർക്ക് കിട്ടാറില്ല എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് വൺ, എയർക്രാഫ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ആക്സിഡൻറ്റ് ആൻഡ് ഇൻസിഡൻസ് റൂൾ 2017. അതായത് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഫ്രെയിംവർക്കാണ് ഈ ഒരു
റൂൾസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടുതലും സേഫ്റ്റിക്കാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലാതെ ബ്ലെയിം എന്നൊരു സ്റ്റേറ്റ് അല്ല. അതേ കണക്ക് തന്നെ ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് എവിഡൻസ് ഫുള്ളായിട്ടും അസസ് ചെയ്യാനുള്ള അധികാരം ഈ ഒരു റൂൾസിൽ കാണാൻ സാധിക്കും. നെക്സ്റ്റ്, ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ, അതായത് ഗ്ലോബൽ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷന്റെ റോൾ എന്നുള്ളത്. അതേപോലെ തന്നെ ഇൻഡിപെൻഡന്റ് പ്രോബ്സ് കോൾ ചെയ്യുക, സേഫ്റ്റി റെക്കമെൻഡേഷൻസും കാര്യങ്ങളും ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഇംപ്ലിമെന്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ്. ഇനി മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2 അതായത് ഏവിയേഷൻ സേഫ്റ്റി, അക്കൗണ്ടബിലിറ്റി, കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്, നീഡ് ഫോർ സ്ട്രക്ചറൽ റീഫോംസ് ഇൻ ഇൻവെസ്റ്റിഗേറ്ററി പ്രോസസ്സ് തുടങ്ങിയ ടോപ്പിക്കുകളിലൊക്കെ ഈ ഒരു ന്യൂസ് വളരെയധികം റെലവൻ്റ് ആണ്. സോ നെക്സ്റ്റ് ആർട്ടിക്കിൾ, വാട്ട് ആർ ഫ്ലൂ ഗ്യാസ് ഡീസൾഫറൈസേഷൻ യൂണിറ്റ്? ഫ്ലൂ ഗ്യാസ് ഡീസൾഫറൈസേഷൻ യൂണിറ്റ് പോളിസിയിൽ നിന്ന് ഗവൺമെന്റ് റോൾ ബാക്ക് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ആർട്ടിക്കിളിൽ നോക്കുന്നത്. അതായത് അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞാൽ ഹൈ കോസ്റ്റും ഇംപ്ലിമെൻറ്റേഷൻ ഡിലേ ആണ്. കാരണം അത്രത്തോളം ഫൈനാൻഷ്യൽ സ്ട്രെസ് ഈ ഒരു ഫ്ലൂ ഗ്യാസ് ഡീസൾഫറൈസേഷൻ യൂണിറ്റ്സ് ഗവൺമെൻറ് ഉണ്ടാക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഫ്ലൂ ഗ്യാസ് ഡീസൾഫറൈസേഷൻ യൂണിറ്റ്സ് ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആവുന്നത്? അതായത് സൾഫർ ഡയോക്സൈഡ് എമിഷൻസ് കട്ട് ചെയ്യാൻ ഈ പറയുന്ന ഫ്ലൂ ഗ്യാസ് ഡീസൾഫറൈസേഷൻ യൂണിറ്റ്സ് കൊണ്ട് സാധിക്കും. അതായത് വളരെയധികം ഹെൽത്ത് ആൻഡ് എൻവയോൺമെൻറ്റൽ ബെനഫിറ്റ്സ് ഈ പറഞ്ഞ യൂണിറ്റ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത് പബ്ലിക് ഹെൽത്തും അതേ കണക്ക് തന്നെ നമ്മുടെ ഫൈനാൻഷ്യൽ കോസ്റ്റും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം വളരെയധികം ഫൈനാൻഷ്യൽ സ്ട്രെസ് ഈ ഒരു യൂണിറ്റ്സ് ഗവൺമെൻറ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ കോംപ്രമൈസ് ചെയ്യപ്പെടുന്നത് പബ്ലിക് ഹെൽത്തും അതേ കണക്ക് തന്നെ എൻവയോൺമെൻറ്റൽ ഡാമേജും ആണ്. സോ പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ എന്താണ് ഈ പറഞ്ഞ ഫ്ലൂ ഗ്യാസ് ഡീസൾഫറൈസേഷൻ യൂണിറ്റ്സ്? അതായത് കോൾ പവർ പ്ലാന്റ്സിൽ നിന്നുള്ള സൾഫർ ഡയോക്സൈഡ് എമിഷൻസിനെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ പറഞ്ഞ ഫ്ലൂ ഗ്യാസ് ഡീസൾഫറൈസേഷൻ യൂണിറ്റ്സിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്നുള്ളത്. ലൈം സ്റ്റോണോ അല്ലെങ്കിൽ അമോണിയ ഒക്കെ ആയിരിക്കും ഇതിൽ അബ്സോർബൻ്റ് ആയിട്ട് യൂസ് ചെയ്യുക. ജിപ്സം ആയിരിക്കും ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരിക. ഓക്കെ, 2015 പോളിസി മാൻഡേറ്റിൽ എല്ലാ അതായത് 537 തെർമൽ പവർ പ്ലാന്റ്സും ഈ പറയുന്ന ഫ്ലൂ ഗ്യാസ് ഡീസൾഫറൈസേഷൻ യൂണിറ്റ് 2018 കൂടി സ്ഥാപിക്കണമെന്നായിരുന്നു 2015 പോളിസിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ മിക്ക തെർമൽ പവർ പ്ലാന്റ്സും ഈ പറയുന്ന ഡെഡ് ലൈൻ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും നെക്സ്റ്റ് ഡെഡ് ലൈൻ സെറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഗവൺമെന്റ് മാറേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ഫൈനാൻഷ്യൽ പ്രഷർ അത്രത്തോളം ഉള്ളത് കൊണ്ടാണ് ഗവൺമെന്റ് ഇതിൽ നിന്ന് റോൾ ബാക്ക് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. സോ കറണ്ട് ഡിബേറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഫ്ലൂ ഗ്യാസ് ഡീസൾഫറൈസേഷൻ യൂണിറ്റ് എന്ന് പറയുന്ന അത്രത്തോളം പവർ കോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേ കണക്ക് തന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്താലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സും അതേ കണക്ക് തന്നെ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനും വളരെയധികം വലുതുമാണ്. സോ ഈ ഒരു റോൾ ബാക്ക് എക്സ്പോർട്ട് റിവ്യൂസിന് അനുസരിച്ചായിരിക്കും ഗവൺമെന്റ് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ തീരുമാനം എടുക്കുക. സോ മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS3 എൻവയോൺമെന്റൽ, ക്ലീൻ എയർ റെഗുലേഷൻ, എമിഷൻ കൺട്രോൾ, സസ്റ്റൈനബിൾ എനർജി പോളിസി ഇൻ ഇന്ത്യ തുടങ്ങിയ ടോപ്പിക്കുകളിലൊക്കെ ഈ ഒരു ന്യൂസ് വളരെയധികം റെലവൻ്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് ആർട്ടിക്കിൾ, വൈ ഹാവ് സ്പെഷ്യൽ എക്കോണമിക് സോൺസ് റൂൾസ് ബീൻ റിലാക്സ്ഡ്? അതായത് സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയുടെ മാനുഫാക്ചറിംഗുമായിട്ട് ബന്ധപ്പെട്ട് മോദി ഗവൺമെന്റ് ഈ പറഞ്ഞ സ്പെഷ്യൽ എക്കോണമിക് റൂൾസ് റിലാക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കാരണങ്ങളാണ് നമ്മൾ ഈ ഒരു ന്യൂസിൽ നോക്കുന്നത്. അതായത് സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഡൊമസ്റ്റിക് കപ്പാസിറ്റി ബൂസ്റ്റ് ചെയ്യുക. വളരെയധികം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് ഈ പറഞ്ഞ സെമി കണ്ടക്ടർ. ആ ഒരു ഇമ്പോർട്ട് ഡിപ്പെൻഡൻസി റെഡ്യൂസ് ചെയ്യുക. അതേ കണക്ക് തന്നെ നമ്മൾ ഗ്രേറ്റർ പ്രൊഡക്ഷൻ ഓഫ് ചിപ്സ് ആൻഡ് ഇലക്ട്രോണിക് കമ്പോണൻസ് ഇൻ ഇന്ത്യ, അതായത് ഈ പറയുന്ന സെൽഫായിട്ട് മേക്ക് ഇൻ ഇന്ത്യ എന്നൊരു പ്രോജക്റ്റ് രീതിയിലേക്ക് ഈ പറഞ്ഞ സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് ഇന്ത്യ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു റൂൾസ് റിലാക്സ് ചെയ്തുകൊണ്ട് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. സോ അത് നിലവിൽ ഇമ്പാക്ട് ചെയ്യുന്നത് ഗുജറാത്തിലും അതേ കണക്ക് തന്നെ കർണാടകയിലുമുള്ള ഈ പറയുന്ന സ്പെഷ്യൽ എക്കോണമിക് സോൺസ് ഇതിനെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. കാരണം അവിടേക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ നിലവിൽ വരുന്നത് ഈ പറയുന്ന സ്പെഷ്യൽ എക്കോണമിക് സോൺസിന്റെ റൂൾസ് റിലാക്സ് ചെയ്തതുകൊണ്ടാണ്. ആൻഡ് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ സ്പെഷ്യൽ എക്കോണമിക് സോൺ റൂൾ 5, അതായത് സെമി കണ്ടക്ടർ സ്പെഷ്യൽ എക്കോണമിക് സോൺസിന് ഉള്ളതാണ് ഈ പറയുന്ന SEZ റൂൾ 5 എന്നുള്ളത്. സെമി കണ്ടക്ടർ ഇൻഡസ്ട്രീനെ എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ് ഈ റൂൾ 5 ഉദ്ദേശിക്കുന്നത്. ആൻഡ് സ്പെഷ്യൽ എക്കോണമിക് സോൺ റൂൾ 7, അതായത് അതുകൊണ്ട് എൻകുംബറൻസ് ഫ്രീ ലാൻഡ് നോട്ട് കമ്പൽസറി. അതേപോലെ തന്നെ ബോർഡ് ഓഫ് അപ്രൂവലിന് ഈ ഒരു നോംസ് അല്ലെങ്കിൽ ഈ ഒരു റൂൾസ് റിലാക്സ് ചെയ്യാനുള്ള അധികാരമുണ്ട്. കൂടുതലും സ്പെഷ്യൽ എക്കോണമിക് സോണിന്റെ ലാൻഡ് പ്രോസസ്സ് ഈസി ചെയ്യുക എന്നുള്ളതാണ് ഈ പറഞ്ഞ റൂൾ 7 കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദെൻ SEZ റൂൾ 18 കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡൊമസ്റ്റിക് മാർക്കറ്റിലെ സെല്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്.
അതായത് ഓരോ സെയിലും നമ്മൾ ഡ്യൂട്ടീസ് പേ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ പറഞ്ഞ റൂൾ 18 ഉദ്ദേശിക്കുന്നത്. അതായത് സ്പെഷ്യൽ എക്കോണമിക് സോണിന്റെ മാർക്കറ്റ് അസസ് വളരെയധികം എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ് റൂൾ 18 കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS3 എക്കോണമിയിൽ ബൂസ്റ്റിംഗ് ഡൊമസ്റ്റിക് മാനുഫാക്ചറിംഗ്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ, ആത്മനിർഭർ ഭാരത് ഇനിഷ്യേറ്റീവ് തുടങ്ങിയ ടോപ്പിക്കുകളിലൊക്കെ ഈ ഒരു ന്യൂസ് വളരെയധികം റെലവെന്റ് ആണ്. ലാസ്റ്റ് ആർട്ടിക്കിൾ നമുക്ക് നോക്കാം. AI ബയോ മാനുഫാക്ചറിംഗ്, ക്യാൻ ദ പോളിസീസ് മാച്ച് അവർ അംബിഷൻസ്. അതായത് നമ്മുടെ ബയോടെക്നോളജി ഇൻഡസ്ട്രി വളരെയധികം AI യൂസ് ചെയ്ത് ഈ പറഞ്ഞ ഡ്രഗ് ഡിസ്കവറി, അതേപോലെ തന്നെ പ്രൊഡക്ഷന്, ക്ലിനിക്കൽ ട്രയൽസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സോ ഇത്രത്തോളം നമ്മൾ AI യൂസ് ചെയ്യുമ്പോഴുള്ള കൺസേൺസ് നമ്മളവിടെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. സോ ഈ പറയുന്ന AI യൂസേജ് ഈ പറയുന്ന എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, കോസ്റ്റ് വളരെയധികം കുറയ്ക്കുന്നുണ്ട്, വേസ്റ്റ് വളരെയധികം കുറയ്ക്കുന്നുണ്ട്. പക്ഷെ അതേ കണക്ക് തന്നെ വളരെയധികം റിസ്ക് ബേസ്ഡ് ആയിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളും ഈ പറയുന്ന AI ഭാഗത്തു നിന്നും നമുക്കുണ്ടാകുന്നുണ്ട്. സോ ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ബയോ E3 പോളിസി 2024 അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡ് വൺ ഇന്ത്യ AI മിഷൻ. അതായത് ഈ പറഞ്ഞ ഓരോ ഇന്നോവേഷൻസ് കാര്യങ്ങൾ നടക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ AI യൂസ് ചെയ്യേണ്ടത്, അതിനൊക്കെ എത്തിക്കൽ AI യൂസേജും കാര്യങ്ങളും എത്രത്തോളമാണ് ബയോ മാനുഫാക്ചറിങ്ങിൽ ഉണ്ടാവേണ്ടത് തുടങ്ങിയ കാര്യങ്ങളും ഗൈഡ് ലൈൻസും ഒക്കെയാണ് ഈ രണ്ട് മിഷൻസിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ബയോ E3 പോളിസി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 2024 അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ബയോ മാനുഫാക്ചറിങ് ഇന്നോവേഷനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയായിരുന്നു ഈ പറഞ്ഞ പോളിസി വന്നിട്ടുണ്ടായിരുന്നത്. ബയോ മാനുഫാക്ചറിങ് ഹബ്സ് വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഫണ്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരിക, അതിനൊക്കെ R&D റിസർച്ച് പ്രൊമോട്ട് ചെയ്യുക, ഇൻഡസ്ട്രി ഗ്രോത്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ബയോ E3 പോളിസിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദെൻ ഇന്ത്യ AI മിഷൻ വളരെ റെസ്പോൺസിബിൾ ആയിട്ട് അതേണക്ക് തന്നെ വളരെ എക്സ്പ്ലെയിനബിൾ ആയിട്ടുള്ള രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യ AI മിഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് അൽഗോരിതം ബയാസ്ഡ് ആയിട്ട് ആ ഒരു രീതിയിലേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ യൂസ് ചെയ്യാണ്ട് വളരെ എത്തിക്കലായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് നമ്മൾ എയിം ചെയ്യുന്നത്. AI ഓവർസൈറ്റും ഗവേണൻസും വളരെയധികം ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യയുടെ AI മിഷന്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഒബ്ജക്റ്റീവ്. ആൻഡ് ദെൻ റിസ്ക് ബേസ്ഡ് റെഗുലേഷൻ ഗ്യാപ്പ്. ഇപ്പോഴത്തെ ഈ രണ്ട് പോളിസീസ് നമ്മൾ നോക്കിയാൽ വളരെയധികം റെഗുലേഷൻ ലൂപ്പ് ഹോൾസ് നമുക്ക് കാണാൻ സാധിക്കും. സോ വളരെയധികം ബെറ്റർ ആയിട്ടുള്ള രീതിയിലേക്ക് നമ്മുടെ എമർജിങ് ടെക്നോളജീസിനെ യൂസ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ല റെഗുലേറ്ററി ഗ്യാപ്സ് ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. റിസ്ക് മാനേജ്മെൻറ്റ് എത്രത്തോളമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും അതിൻ്റെ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നോക്കിക്കാണേണ്ടതും മറ്റുമൊക്കെ ഈ ഒരു ആർട്ടിക്കിളിൽ വളരെയധികം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു രീതിയിൽ ആ ഒരു റെഗുലേറ്ററി ഗ്യാപ്സ് അവോയ്ഡ് ചെയ്ത് ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഈ പറഞ്ഞ എത്തിക്കലായിട്ടുള്ള രീതിയിൽ AI യൂസ് ചെയ്ത് ബയോ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എഡിറ്റോറിയലിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ AI ഇൻ ബയോ മാനുഫാക്ചറിങ്, ഇന്നോവേഷൻ പോളിസി, റെഗുലേഷൻ ഓഫ് എമർജിംഗ് ടെക്നോളജി, പബ്ലിക് ഹെൽത്ത് ആപ്ലിക്കേഷൻസ് തുടങ്ങിയ ടോപ്പിക്കുകളിലൊക്കെ ഈ പറയുന്ന ഈ ഒരു ന്യൂസ് വളരെയധികം റെലവെന്റ് ആണ്. സോ ഇന്ന് നമ്മുടെ GS1, GS2, GS3 വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആർട്ടിക്കിൾസും എഡിറ്റോറിയൽസും ഒക്കെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റൊരു ന്യൂസ് സെഷനുമായിട്ട് നാളെ നമുക്ക് കണ്ടുമുട്ടാം. താങ്ക്